അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ആയാലും ഡെയിലി ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും ഇടണമെന്ന് വിചാരിച്ചാലും നടക്കുന്നില്ല. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. പിള്ളേരുമൊക്കെ വീട്ടിലുണ്ടല്ലോ. ഇനിയിപ്പോൾ അവർ സ്കൂളിലോട്ടൊക്കെ പോയി കഴിയുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി സമയമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഞാൻ. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ചമ്മന്തിയായിരുന്നേ. ഈ ചമ്മന്തിയുടെ കൂടെ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് എനിക്കിങ്ങനെ തിന്നുന്ന ആ മധുരം കൂടെ വരുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പിള്ളേരുടെ ഒക്കെ പറയുമ്പോൾ അയ്യേന്ന് പറയും. അങ്ങനെ നല്ല ലച്ചു ആണെങ്കിൽ ലച്ചും ആശയൊക്കെ ആണെങ്കിൽ ഇന്നലത്തെ ചിക്കൻ ഉണ്ടായിരുന്നു. അവർക്ക് ഈ ചമ്മന്തി ദോശയ്ക്കായാലും ഒന്നും ഈ തേങ്ങാ ചമ്മന്തിയോട് വലിയ താല്പര്യമില്ല. സാമ്പാർ കടലൊക്കെ ആണെങ്കിലും ഒക്കെയാണ്. അപ്പം ഇന്നലത്തെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കിയിട്ടാണ് പിള്ളേർ കഴിക്കുന്നത്. അപ്പം നമ്മളെപ്പോൾ കഴിക്കാനിരുന്നാലും കാക്ക വരും. അങ്ങനെ കാക്കയൊക്കെ ഇപ്പം എന്തുവെന്നറിയത്തില്ല, എന്തൊരു ഗമയെന്നറിയാമോ. കൂട്ടാനിട്ട് പുരട്ടി കൊടുത്താലേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇഡലിയൊന്നും തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ചോറൊക്കെ പുരട്ടി കൊടുത്താൽ കാക്കയൊന്നും കഴിക്കാറില്ല. അങ്ങനെ ഭയങ്കര ഗമയാണ് ഇപ്പോൾ കാക്കയ്ക്ക്. ഡെയിലി ഇങ്ങനെ ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും അത് തിന്നില്ല, കുറച്ചൊക്കെ തിന്നേച്ചങ്ങ് പോയി. അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് തന്നെ പാവയ്ക്ക മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഈ തേങ്ങാക്കൊത്തും ഒക്കെ വറുത്തിട്ട് പാവയ്ക്ക മെഴുക്ക് വരട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പാവയ്ക്കയുടെ കയ്പ്പും ഒന്നും അന്നേരം അറിയത്തില്ല. പാവയ്ക്ക ഇച്ചിരി മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ പറങ്ങാണ്ട് കണ്ടാൽ എല്ലാം കറുത്തു കേട്ടോ. അപ്പോൾ വെയിലത്തിട്ടൊന്ന് ഉണക്കി എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരോന്ന് ചുട്ടിന്നാന്ന് വിചാരിച്ച് ആദ്യം ഈ തേങ്ങാക്കൊത്തും ഇച്ചിരി കരിയാപ്പിലയും കൂടെ നല്ലതായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ പാവയ്ക്കയും പച്ചമുളകും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് പാവയ്ക്ക നന്നായിട്ട് മൂക്കണം കേട്ടോ, എന്നെങ്കിലും ടേസ്റ്റ് ഉള്ളൂ. പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി എടുക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ പാവയ്ക്ക കഴിക്കുന്നത്. ഇപ്പോൾ ചൂടായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജ്യൂസ് അടിച്ച് കഴിക്കും. മാങ്ങായോ തണ്ണിമത്തനോ ഓറഞ്ചോ ഒക്കെ. അങ്ങനെ ലച്ചുവിനോട് പറഞ്ഞേക്കുമായിരുന്നേ തണ്ണിമത്തങ്ങ എടുത്തുനിന്ന് കഷ്ണമാക്കിയിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഇങ്ങനെയല്ല ഇത് കട്ട് ചെയ്യുന്നത്, ശരിയായിട്ട് കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷിച്ചത്. പിന്നെ അമ്മ അങ്ങ് ചെയ്യ് എന്നും പറഞ്ഞ് എന്നോട് ദേഷിക്കുന്ന സീനാണ് കണ്ടത് കേട്ടോ. അവർ ജോലി ചെയ്യുമ്പം നമ്മളിടയ്ക്ക് കയറി ഒന്നും സംസാരിക്കാൻ പാടില്ല. അവർ ഇഷ്ടത്തിന് ചെയ്ത് വെക്കും. നമ്മൾ പറയുന്നത് പോലെ അത് ചെയ്യത്തുമില്ല. പിന്നെ ഞാനും വിചാരിച്ചു എന്തായാലും നമ്മൾ പറയുന്നത് ചെയ്തില്ല, അവരുടെ രീതിക്ക് അവർ ചെയ്യും. നമുക്ക് ജ്യൂസ് അടിച്ചാൽ പോലെ എങ്ങനെയെങ്കിലും എടുത്താട്ടെ, ഇതൊക്കെ ഒരു സഹായമല്ലേ. അങ്ങനെ കണ്ടാൽ ഞാൻ തേങ്ങയെല്ലാം തേങ്ങയും കരിയാപ്പിലയും വറുത്ത് കോരിയിട്ട് ആ എണ്ണയിലേക്ക് പാവയ്ക്കയും പച്ചമുളകും ഒരു 3-4 പച്ചമുളകും എല്ലാം മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കത്തില്ല. ഇച്ചിരി ഉപ്പും കൊണ്ടിട്ട് ഈ എണ്ണയ്ക്കകത്ത് തന്നെ നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പം ഇത് ഇങ്ങനെ പിള്ളേർക്കും പാവയ്ക്ക വിരോധികളാണ് ഇവിടുത്തെ പിള്ളേർ. അവരങ്ങനെ പാവയ്ക്ക കഴിക്കാറില്ല. പക്ഷേ അവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പം. കാരണം കയ്പ്പ് തോന്നിക്കത്തില്ലല്ലോ. അങ്ങനെ പിന്നെ മീൻ കിട്ടിയേക്കുന്നത് മത്തിയായിരുന്നു കേട്ടോ, വലിയ മത്തി. അപ്പം ഞാൻ വിചാരിച്ച് തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് വെക്കാമെന്ന്. ഈ മാങ്ങയുടെ കളറ് ഇങ്ങനെ ആയപ്പോൾ ഞാനും വിചാരിച്ചു, ഞങ്ങൾക്ക് ഒരാൾ തന്നതാണ് മാങ്ങ. അപ്പോൾ ഞാനും വിചാരിച്ച് നല്ലതായിട്ട് വിളഞ്ഞ് തന്നാലും നല്ല രസമായിരിക്കും കഴിക്കാമെന്ന് വിചാരിച്ച് ഇച്ചിരി എടുത്തൊന്ന് തിന്ന് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ അമ്മച്ചി ഒടുക്കത്തെ പുളി, ശരിക്കുള്ള പച്ചമാങ്ങയ്ക്ക് പോലും ഇത്രയും പുളിയില്ല, അത്രയ്ക്ക് പുളിയാണ്. ഇത് ഒരു മാങ്ങയുടെ ഒരു മുറിയാണ് ഈ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഈ മീൻ ചേർക്കുന്നത്. എന്നിട്ട് പോലും നല്ല പുളിയായിരുന്നു കേട്ടോ. അങ്ങനെ മീനകത്തേക്ക് 2 പച്ചമുളകും മാങ്ങയൊക്കെ ഇട്ട് കരിയാപ്പില ഇട്ട് പിന്നെ പച്ചത്തേങ്ങ അരച്ചാണ്. പച്ചത്തേങ്ങയ്ക്കകത്ത് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ മാത്രമേ അരയ്ക്കുള്ളൂ കേട്ടോ. ഞാൻ മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല. അപ്പം ഇതിങ്ങനെ പറ്റി വരുമ്പോഴത്തേക്കിന് ലാസ്റ്റ് ഇച്ചിരി കരിയാപ്പില ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്ന മീനൊക്കെ ഇഷ്ടം, മുളക് കറിയേക്കാട്ടിലും ഇഷ്ടം ഇതാണ്. അങ്ങനെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പാവയ്ക്ക് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം കൂടി ഇട്ട് ഇളക്കിയെടുക്കണം. അപ്പം തേങ്ങാക്കൊത്തിനകത്തൊക്കെ ഇച്ചിരി ഉപ്പൊക്കെ പിടിക്കണ്ടേ. ഇത്രയും തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഈ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും തേങ്ങ ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ പാവയ്ക്ക കുറച്ചുകളായിരുന്നു, തേങ്ങയായിരുന്നു കൂടുതൽ. എനിക്കിങ്ങനെ എടുക്കുന്ന ഇഷ്ടം, പാവയ്ക്കക്കാട്ടിലും കൂടുതൽ തേങ്ങ. അങ്ങനെ പിന്നെ ഒഴിച്ചറിയൊന്നും ഇല്ലായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ പെട്ടെന്നൊരു ശകലം തൈരെടുത്ത് പുളിശ്ശേരിയാക്കി. അപ്പം പുളിശ്ശേരിയും തേങ്ങ അരച്ച മീനും കൂടെ ഒക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഒഴിച്ചു കൂട്ടാനായിട്ട് കുറച്ച് പുളിശ്ശേരിയും വെച്ചു. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. അപ്പം നമുക്കിവിടെ കുറേ വിറവ് കീറാനുണ്ട് കേട്ടോ. അപ്പം ആരും അങ്ങനെ വിറവ് കീറാൻ വരുന്നുമില്ല. പിന്നെ ഇപ്പം എല്ലാവരും മെഷീൻ വർക്കല്ലേ, മെഷീൻ വെച്ചിട്ടല്ലേ വിറവ് കീറുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് വിളിക്കായിരുന്നു. അപ്പോൾ അവർക്ക് തിരക്കായതുകൊണ്ട് അവരിങ്ങനെ ഇന്ന് വരാം നാളെ വരാം, അപ്പോൾ ഇന്ന് ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞാൽ കിടക്കുന്ന വിറവെല്ലാം നമുക്ക് കീറിക്കാനുള്ളത്. നമ്മുടെ പൂച്ച ചോറിനിരിക്കാനാണ് കേട്ടോ. അമ്മയെന്ന് വിളിച്ചിട്ട് ചോറുണ്ടെന്ന സമയമായി. ഇപ്പോൾ ചോറ് കൊടുക്കാത്തതിനാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ കുറച്ച് തടിയും കൂടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ലച്ചു അമ്മ എല്ലാവരും കൂടെ പോയി അതെല്ലാം ഉരുട്ടി കൊണ്ടുവരുമായിരുന്നു. അവർ വരുമ്പോഴത്തേക്കിനും പിന്നെ അന്നേരം പോകുന്ന എളുപ്പമല്ലല്ലോ. അങ്ങനെ കുറേ വിറവുണ്ട് കീറാനായിട്ട്. അപ്പം അവർ വരുന്നു എന്ന് പറഞ്ഞ് ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിവിടെ ആദ്യമായിട്ടാണ്
ഇങ്ങനെ മെഷീൻ വെച്ച് വിറക് കീറിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ആൾക്കാർ നിന്നാണ് കോടാലിയും കൊണ്ട് കീറുവാണ് ഇതുവരെ. പിന്നെ നമ്മൾ മില്ലിൽ നിന്നൊക്കെയാണ് വിറവ് മേടിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ വിറവില്ലാത്തൊരു വിറവ് ഗ്യാസ് ഇല്ലെങ്കിലും നമ്മൾ സഹിക്കും കേട്ടോ. ഞങ്ങൾ ഈ നാട്ടിൻപുറത്തുകാരാണ്ട് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നത് വിറവാണ്. വിറവില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. വിറവെല്ലാം ഇങ്ങനെ കീറിയിടുന്ന കാണുമ്പോഴേ ഭയങ്കര സന്തോഷം. തീരാറാകുമ്പോഴത്തേക്കിനും ഭയങ്കര സങ്കടമാണ്. നമുക്കെപ്പോഴും വിറക് സ്റ്റോക്ക് വേണം. അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് തടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊക്കെ കിട്ടിയോണ്ടാണ് നമ്മളിങ്ങനെ കീറാനായിട്ട് ആളിനെ വിളിച്ചത്. ഇല്ലെങ്കിൽ നമ്മൾ മില്ലിൽ പോയി 10,000-2,000 രൂപയുടെ വിറവ് അവിടെ നിന്ന് ഇങ്ങനെ മേടിച്ച് വണ്ടിക്കകത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് സംഭവം കൊള്ളാം കേട്ടോ. പടപടാന്നായിരുന്നു. എത്ര പെട്ടെന്നാണെന്നറിയാമോ അങ്ങോട്ട് വെക്കുക, വലിയ തടിയൊക്കെ അങ്ങോട്ട് വെക്കുക. ഇല്ല നമ്മളിലെ കേക്ക് കട്ട് ചെയ്യത്തില്ലേ, നമ്മൾ ബർത്ത്ഡേക്കൊക്കെ നമ്മളിങ്ങനെ കേക്ക് കട്ട് ചെയ്തായിരിക്കത്തില്ലേ, അതേപോലെ ദൈവമേ വലിയ തടി കഷ്ണമൊക്കെ അതായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് പൊളത്തിയെടുക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നേ. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. നമുക്കിതിങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസം കേട്ടോ. ഞങ്ങളവിടെ ഇരുന്ന് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു. നല്ല രസമായിട്ടാണ്. എന്തായാലും എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആൾക്കാർ എങ്ങ് നിന്ന് വിറവ് കീറുന്നത് ഞാൻ കാണുന്നില്ല കേട്ടോ. ഇപ്പം എല്ലാവരും ഇങ്ങനെ മിഷനാണ്. കാരണം ഇതാണ് ലാഭം. ഒരാളിനെ വിളിച്ച് നമ്മൾ ഇത്രയും വിറക് കീറിക്കാനാണെങ്കിൽ ഒരു 3-4 ദിവസം എങ്ങനെ പോയാലും എടുക്കും. കോടാലിയും വാടകയ്ക്ക് എടുത്ത് എങ്ങനെ പോയാലും മിഷൻ വർക്ക് ചെയ്യുന്നത് പോലെ മനുഷ്യന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇവർക്ക് റേറ്റ് വരുന്നത് മണിക്കൂറിനാണ് കേട്ടോ. മണിക്കൂറിന് ഇത്ര രൂപയെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ കുറച്ച് കിലോമീറ്റർ ഉള്ളായിരുന്നു. അപ്പം ദൂരെ നിന്നൊക്കെ വരുന്നെങ്കിൽ അതിനനുസരിച്ച് അവരുടെ യാത്ര ദൂരം അനുസരിച്ചാണ് അവർ റേറ്റ് എടുക്കുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ കുറച്ചടുത്തു നിന്നാണ് വന്നേക്കുന്നത്. കുറച്ചടുത്ത് നിന്ന് ഒരു 5-6 കിലോമീറ്റർ വ്യത്യാസം വീട്ടിലോട്ട് വരാനായിട്ട്. അപ്പോൾ ഒരു മണിക്കൂറിന് 650 രൂപ വെച്ചിട്ട് ആണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് അവരിതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഒത്തിരി വിറവുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലാഭമുള്ളൊരു സംഭവമാണ്. അപ്പം നമുക്ക് 2.5 മണിക്കൂറിനകത്തേക്ക് 1,500 രൂപയാണ് അവർ മേടിച്ചത്. അങ്ങനെ വിറവെല്ലാം കീറി കഴിഞ്ഞു കേട്ടോ. അതാണ്ട് ഇഷ്ടം പോലെ 1,500 രൂപ കൊടുത്താലും നല്ല ലാഭമായിരുന്നു. ഇഷ്ടം പോലെ വിറവുണ്ടായിരുന്നു. നമുക്കൊരു 5-6 മാസത്തേക്കല്ല, അതിൽ മുകളിലേക്കും നമുക്ക് കാണും. കാരണം നമുക്ക് ഈ വീട് പണിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ വലിയ കലത്തിൽ വെള്ളമൊക്കെ വനത്തിക്കൊണ്ട് കൊടുക്കണമല്ലോ. അപ്പം നമുക്ക് ഗ്യാസിലൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് ഇപ്പോൾ സ്കൂൾ തുറപ്പാണ്, മഴയാണ്. അപ്പം നമ്മൾ അരിയൊക്കെ വെക്കുന്നത് അടുപ്പിലല്ലേ. അപ്പം നമുക്ക് വിറവ് അത്യാവശ്യമാണ്. ഇത്രയും വിറവ് കണ്ടപ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ. ഇനി ഇതെല്ലാം അടുക്കി വെക്കണേ. അടുക്കുന്ന ജോലി നമ്മൾ വീട്ടുകാർ തന്നെ ചെയ്യണം. പിന്നെ പിള്ളേരെല്ലാം കൂടെ ഒന്ന് ഉത്സാഹിക്കാമെങ്കിൽ നടക്കുന്ന കാര്യമുള്ളൂ. ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് അമ്മ പറഞ്ഞു ഇത് അമ്മ ഒറ്റയ്ക്ക് ചെയ്തോളാം, എന്നെങ്കിലും അമ്മയുടെ മനസ്സിലൊരു സമാധാനമുള്ളൂ. അമ്മയുടെ ഇഷ്ടത്തിന് അടുക്കണം. പിള്ളേരൊക്കെ വലച്ചിലടുക്കി വയ്ക്കത്തില്ലേ. അതുകൊണ്ട് ഞങ്ങളെല്ലാം അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോഴത്തേക്കിനും നമ്മുടെ 2 സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. മണ്ണിനകത്ത് കളിക്കുകയാണ്. മണ്ണും വെള്ളവും കൂടെ ഒഴിച്ച് കളിക്കുന്നുണ്ടോ. എന്തോ യൂട്യൂബിലെങ്ങാണ്ട് കണ്ടുപോലും ഈ മണ്ണ് വെള്ളം ഒഴിച്ച് അരിച്ച് വെച്ച് കഴിഞ്ഞാൽ ക്ലേ ഉണ്ടാക്കാമെന്ന് പോലും. അങ്ങനെ ക്ലേ ഉണ്ടാക്കാനായിട്ട് കണ്ട മണ്ണും എല്ലാം കൂടി ഇട്ട് അരിച്ചെടുക്കുകയാണ്. ആവുന്നേയും പറഞ്ഞത് ഈ മണ്ണിലൊന്ന് കോലം കണ്ടില്ലേ. ഒരുത്തി തന്നെ കുളിച്ചിട്ടിരിക്കുകയാണ്. ആഷ്മി കുളിച്ചിട്ടില്ല, മറ്റുള്ള കുളിച്ചിട്ടിരിക്കുകയാണ്. കുളിച്ചിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ പോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആഷ്മിക്ക് ബുക്കും പുസ്തകമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ആഴ്ച മുതൽ ട്യൂഷന് വിട്ട് തുടങ്ങണം. ട്യൂഷനെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. സ്കൂളിൽ റെമഡിയൽ ക്ലാസ് ഉണ്ട് ഒരു 2 ആഴ്ചത്തേക്ക്. അതിനും പറഞ്ഞു വിടണം. 10 തൊട്ട് 3 വരെയാണ്. വീട്ടിലിങ്ങനെ ഇരിക്കുന്നതിനെക്കാളും നല്ലതല്ലേ. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അക്ഷരങ്ങളും ഒക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് കൊടുക്കും ടീച്ചേഴ്സേ. അപ്പം വെക്കേഷൻ അങ്ങനെ താല്പര്യമുള്ളവർക്ക് മാത്രം ചെല്ലാം. അപ്പം ഞാനിങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെ വിടണം. പിന്നെ 10-ാം തീയതി 2 പേർക്കും ആഷിക്കും ലച്ചുവിനും 1 ഡേ ക്യാമ്പുണ്ട്. അപ്പം സ്റ്റേ അല്ല, 1 ഡേ ആയതുകൊണ്ട് സ്റ്റേ ഇല്ല. രാത്രി 8 മണിയാകുമ്പോഴത്തേനും പോരാം. അപ്പം അതിനും പോകണം, വിടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ പപ്പീസൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ലോങ് വീഡിയോ ഇടാത്തതുകൊണ്ട് ഇപ്പോൾ ഇവരൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. നമ്മുടെ പപ്പിയുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ കൊടുത്തായിരുന്നു. പാലുകൂടിയൊക്കെ മാറിയപ്പോഴത്തേനും കൊടുത്തായിരുന്നു. ഇത് പിങ്ക് പ്രസവിച്ചാണ്. 4 കുഞ്ഞുങ്ങളുണ്ട്. 2 ആൺകുഞ്ഞുങ്ങളും 2 പെൺകുഞ്ഞുങ്ങളും. അപ്പം 3 അമ്മമാരോടാണ് നോക്കുന്നത്. ഒരമ്മൂമ്മയും ഒരു വല്യമ്മച്ചിയും പിന്നെ ഒരു അമ്മയും കൂടെ. അപ്പം കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ വരാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ്